സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ വെട്ടിപ്പും ക്രമക്കേടും നടത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മൂന്നാം ദിവസം നടന്ന റിലേ ധർണ BJP മണ്ഡലം പ്രസിഡന്റ് N. മനോജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടന്ന കൊള്ളയുടെയും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ മുൻപിലും ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നും ഇത്ര വലിയ തട്ടിപ്പ് നടന്ന അങ്കമാലിയിൽ നിക്ഷേപകരെ കാണാൻ കേന്ദ്രമന്ത്രിക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സത്യാഗ്രഹം തുടങ്ങിയിട്ട് മൂന്നാം ദിവസത്തേക്കാണ്. ചുമതല വഹിക്കുന്ന അധ്യക്ഷനായിട്ടുള്ള ശ്രീ P. A. തോമസ്, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ, സെക്രട്ടറി യോഹന്നാൻ കൂരൻ, പ്രൊഫസർ മാർട്ടിൻ മുന്നിൽ, ചെറിയാക്കു മംഗളം സഭത്തിൽ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ വന്നിട്ടുള്ള എത്രയും ബഹുമാനപ്പെട്ട രക്ഷകരെ, വളരെ ഞാനിവിടെ നിന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും അധികം ആളുകൾ ഇവിടെ വന്നു. ഇവിടെ നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾ പറഞ്ഞു, ഈ സമരവുമായിട്ട് നമ്മൾ സംഘടിച്ച് ഒരുമിച്ച് നിന്ന് പോകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ അർബൻ ബാങ്കിൻ്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് ആദ്യമായിട്ട് BJP ആണ്. അത് പാർട്ടിയുടെ വലിപ്പം പറയുക എന്നുള്ളൊരു കാര്യമാണ്. മറിച്ച് ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും, സഹകരണ മേഖലയിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച്. ഞാനിത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വിവിധ പാർട്ടിക്കാരായിട്ടുള്ള വ്യക്തികളെല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് പറഞ്ഞില്ലെങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ പറയാതെ പോയാൽ അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന എനിക്കും അതിനൊരു പൂർണ്ണത കിട്ടാത്ത ഒരവസ്ഥ വരും. ധർണാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് UDF അങ്കമാലി നിയോജക മണ്ഡലം കൺവീനർ TM വർഗീസ് പ്രസംഗിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമിതി പ്രസിഡന്റ് P. A. തോമസ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ഭാരവാഹികളായ CP സെബാസ്റ്റ്യൻ, യോഹന്നാൻ കൂരൻ, മാർട്ടിൻ മൂഞ്ഞേലി, ചെറിയാക്കു, ചാക്കോച്ചൻ എന്നിവർ ധർണാ സമരത്തിന് നേതൃത്വം കൊടുത്തു.
നമുക്ക് ഏറ്റവും ആദരണീയണം. ഈ നിക്ഷേപക സംരക്ഷണ സമിതിക്ക് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ്, പ്രിയപ്പെട്ട യോഗന്നാൻ, പ്രിയപ്പെട്ട മാർട്ടിൻ, ചെറിയാക്കു, പ്രിയപ്പെട്ട നിക്ഷേപക സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും അതുപോലെ BJPയുടെ സമന്വയ നേതാവും ഇവിടെ സംസാരിച്ചതുപോലെ സമാനതകളില്ലാത്ത ഈ അങ്കമാലി അർബൻ സർവീസ് സഹകരണ സംഘത്തിൻ്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് ഓരോ ദിവസവും നമുക്ക് വളരെ തൃപ്തികരമായ പിന്തുണ ആർജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. ഓരോ ദിവസവും നിക്ഷേപകരുടെ പങ്കാളിത്തം ഈ സമരത്തിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥയിൽ പോലും ഓരോ ദിവസവും നിക്ഷേപകരിൽ നിന്ന് മാറി മാറി ഇവിടെ വന്ന് റിലേ ധർണാ സമരത്തിൻ്റെ പങ്കാളിയാവുകയും ഇത് കേരളത്തിലൊട്ടാകെ ദേശീയ തലത്തിലും ഈ അർബൻ സർവീസ് സഹകരണ സംഘത്തിൻ്റെ തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയ വളരെ ഗുരുതരമായ സമാനതയില്ലാത്ത തട്ടിപ്പ് നടത്തിയ ഈ സഹകരണ സംഘം ബോർഡംഗങ്ങളെയും ജീവനക്കാരെയും ഒക്കെയുള്ള അന്വേഷണ വിഷയത്തിൽ കണ്ടെത്തിയ ഗുരുതരമായ ശിക്ഷകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ തോമസേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ സർക്കാർ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണോ എന്നുള്ള സംശയമാണ് നമുക്കുള്ളത്. ആയിരക്കണക്കിനായ സർവീസ് സഹകരണ സംഘങ്ങൾ, ലക്ഷക്കണക്കിന് നിക്ഷേപകർ പണം സംഭരിച്ചിട്ട് ലക്ഷക്കണക്കിന് കോടികൾ നിക്ഷേപിച്ചിട്ടുള്ള ഈ സഹകരണ മേഖലയെ തകർക്കാൻ, അവർക്ക് വിശ്വാസ്യത ഇല്ലാതാക്കാൻ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നമ്മൾ ഓർക്കുന്നുണ്ട്. CPM-ന്റെ ബഹുമാനായ MLA ശ്രീ KM സലാം എന്ന് പറയുന്ന MLA, ഞാൻ അദ്ദേഹത്തെ മുക്തികരണം പ്രശംസിക്കുകയാണ്. ഈ കേരളത്തിലെ സഹകരണ മേഖലയിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി സംശുദ്ധമായ സഹകരണ മേഖലയെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ സഹകരണ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ എത്ര സർവീസ് സഹകരണ സംഘങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ, ക്രമവിധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ഉന്നയിച്ചു. പ്രിയമുള്ളവരെ, നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തലേ ദിവസം ബഹുമാന്യനായിട്ടുള്ള MLA-യോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ചോദ്യം തന്നെ നിയമസഭയിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്ത് ആത്മാർത്ഥതയാണ് ഈ സർക്കാരിനുള്ളത് സഹകരണ മേഖലയെ കുറിച്ച്. നമുക്കറിയാം, കരുവന്നൂര് വളരെ കോടിക്കണക്കിന് തട്ടിപ്പ് നടന്നപ്പോ വർഷം 3-4 കഴിയുന്നു. നമ്മളാരും വിചാരിച്ചില്ല അങ്കമാലിയിൽ നമ്മൾ നിക്ഷേപിച്ചിട്ട് സംഘത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന്. ഒരുപക്ഷെ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം തട്ടിപ്പ് അന്വേഷിക്കാൻ ഈ നമ്മുടെ നാട്ടിലുള്ള സഹകരണ മേഖല കൺകറന്റ് ഓഡിറ്റർമാരുണ്ടായിരുന്നുവെങ്കിൽ, കണ്ടെത്തിയിരുന്നുവെങ്കിൽ ആ തിരുത്താൻ ഒട്ടേറെ അവസരമുണ്ടായിരുന്നു. PT പോളിന് അവസരമുണ്ടായിരുന്നു, PT പോളിന്റെ ഭരണസമിതിക്ക് അവസരമുണ്ടായിരുന്നു. ഈ 4-5 വർഷമായിട്ടും ഒരു നടപടിയും തിരുത്താനല്ല, കൂടുതൽ തട്ടിപ്പുകൾ നടത്താനുള്ള പ്രോത്സാഹനമാണ് സഹകരണ വകുപ്പ് കൊടുത്തത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന പോലെ അതിനു മുമ്പ് സഹകരണ വകുപ്പ് നിയമസഭയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ 400-ൽ താഴെ സഹകരണ സംഘങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊരു നിയമസഭയിൽ പറഞ്ഞ മന്ത്രി, ഞാൻ വളരെ ആർജവമായി പറയണം, ഏതേത് സംഘങ്ങളിലാണ്
ഇത്തരം ക്രമവിധമായ നടപടികളുമായി മുന്നോട്ട് പോയതെന്ന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലക്ഷം കോടി രൂപ നിക്ഷേപകർക്ക് അത്തരം സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല, നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഗുരുതരമായ വീഴ്ചയാണ് ഈ ഗവൺമെന്റും സഹകരണ വകുപ്പ് മന്ത്രിയും ചെയ്തതെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിൽപ്പെട്ട ഒരു നിക്ഷേപകൻ ഇന്നലെ മരണപ്പെട്ടു. ആയതുകൊണ്ട് ഈ വിളിച്ച ആളെ എന്നോട് പറഞ്ഞത് പ്രസ്തുത ബോഡി നമുക്ക് വിട്ടുതരും, ബാങ്കിന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവയ്ക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. സെക്രട്ടറി ഒന്ന് പതുക്കെ സൂചിപ്പിച്ചു. നമ്മൾ ബന്ധപ്പെട്ടു. സത്യത്തിൽ അയാളുടെ സഹോദരന് അറിയില്ല ഈ സഹകരണ ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ആണോ ഉണ്ടോ എന്ന കാര്യം പോലും, അയാൾ ഒരു നിക്ഷേപകൻ പോലും ആണോ എന്നറിയില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം റെക്കോർഡ് ചെയ്യണം, കാരണം അത്യാവശ്യമാണ്. എനിക്ക് 62 വയസ്സായി. ബൈപ്പാസ് സർജറി കഴിഞ്ഞവനെയാണ്. മരണത്തെ പേടിക്കുന്നവനല്ല, ആത്മഹത്യ ഞാൻ ധൈര്യത്തോടല്ല നമ്മൾ ചെയ്യില്ല. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിന് മാത്രം എൻ്റെ ബോഡി വീട്ടിൽ വിട്ടുകൊടുത്ത് ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. നിങ്ങൾ ഇത് കത്തിക്കണേണ്ട ആവശ്യം എൻ്റെ പൈസ തിരിച്ചു കിട്ടുക എന്നതല്ല. അതിന് ഒരു കാരണവശാലും നിങ്ങൾ സമരം ചെയ്യരുത്. ഒരു കാരണവശാലും ആ ആനുകൂല്യം എനിക്ക് ആവശ്യമില്ല. നമ്മുടെ സമരം ഈ ഭരണാധികാരികളുടെ കണ്ണ് തുറക്കണമെങ്കിൽ, അങ്ങനെ നടപടി വേണ്ടി വരുമെങ്കിൽ അത് ചെയ്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഞാൻ 62 വയസ്സ്, ഞാൻ ജീവിതത്തിൽ ഏകദേശം എൻ്റെ സായാഹ്ന സന്ധ്യയിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വപ്ന നിക്ഷേപമാണ് ഇവിടെ കൊന്നിട്ട്. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഒരാളെ പറ്റിക്കുകയോ പൈസ മേടിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. നമ്മളൊന്നും കൊള്ളക്കാരോ തട്ടിപ്പുകാരോ ഒന്നുമല്ല, അന്ധമായ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുപോലുമല്ല. ഞങ്ങൾ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രമുഖ 2 രാഷ്ട്രീയ പാർട്ടികളെ തൃശ്ശൂര് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള കമ്മീഷനെ വെച്ച് പലക്കം പായുന്ന സമയമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോട്, നിങ്ങള് മനുഷ്യന്റെ സങ്കടത്തിൽ പങ്കാളിയായാല് ഉത്തമ സുഹൃത്താവുകയുള്ളൂ. അവന്റെ സന്തോഷത്തിൽ പങ്കാളിയായാൽ ഉത്തമ സുഹൃത്താവില്ല. ഞങ്ങളുടെ സങ്കടത്തിൽ പങ്കാളിയാവുന്നവരെ ഞങ്ങൾ മറക്കില്ല. കട്ടുപിടിച്ച് ഞങ്ങളുടെ പണമെല്ലാം കട്ടുപിടിച്ച് ഭരണക്കാരെ കാട്ടുകള്ളന്മാരെ തന്നെ തീരൂ ഞങ്ങളുടെ ധർമ്മസമരം വന്നേ തീരൂ. പ്രിയരെ, മൂക്കന്നൂർ MAJJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്.
ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി ഇതിന്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.